ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിഷു കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച മഷ്റൂം കറിയാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച മഷ്റൂം കറിയാണ്, കൂൺ കറിയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ വെച്ചാൽ ഉള്ളി, തക്കാളി, ഇഞ്ചി, ഗാർലിക്ക്, പിന്നെ മഷ്റൂം ക്യൂബായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനെടുത്തത് തേങ്ങാപ്പൊടിയാണ് വറുത്തരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യമുള്ളതൊന്ന് കാശ്മീരി ചില്ലി പൗഡർ എടുത്ത്, കൊറിയൻഡർ പൗഡർ, കടുക്, ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഈ സാധനങ്ങൾ കൊണ്ടാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഓയിലൊന്നും ഒഴിക്കണ്ട. ആ തേങ്ങേൻ്റെ അതിൽ തന്നെ ഒരു ഓയിലിൻ്റെ അംശം ഉണ്ടാകും ചൂടാകുമ്പോൾ. അപ്പോൾ തേങ്ങ നല്ലവണ്ണം വറക്കാം. നമ്മളെ തേങ്ങ നല്ല ചുവന്ന് വരുന്നുണ്ട്. ഞാനിപ്പം എടുത്തത് 5 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. നമ്മളെ തേങ്ങ നല്ല ചുവന്ന് വരുന്നുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. കുറച്ച് തണിയണം. ചൂടോടുകൂടെ മിക്സിയിലിട്ട് നമുക്ക് അരക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ തേങ്ങ തണിയാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഈ തണിയുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാൻ ആരംഭിക്കാം. ഒരു പാത്രം വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. ഓയിൽ ചൂടാവട്ടെ. ഓയിൽ ചൂടായി, നമുക്ക് കടുകിടാം. അതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് അങ്ങനെ പൊട്ടട്ടെ. ഇപ്പോൾ നമ്മളെ കടുക് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. കടുകിങ്ങനെ പൊട്ടുന്നുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഗാർലിക്കും കൂടെ ആദ്യം ഇടാൻ പോവുകയാണ്. ജിഞ്ചർ ആൻഡ് ഗാർലിക്. ഇഞ്ചിയും ഗാർലിക് ഇട്ടു. അതിനുശേഷം മുറിച്ചത് ഉള്ളിയും പച്ചമുളകും കൂടെ അതിലേക്ക് ഇടുവാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. അങ്ങനെ ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത്. കുറച്ച് ഉപ്പിട്ടുള്ളൂ. അപ്പോൾ ഉള്ളി അങ്ങനെ വാടട്ടെ. ഈ ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുക്കാം. ഇത് ഏകദേശം തണിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി വാടി ആയിട്ടുണ്ട്. മസാല ഇടാം നമുക്ക് ഇതിലേക്ക്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, 1.5 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒന്ന് വരട്ടി എടുത്തിട്ട് നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇടാം. തക്കാളി ഇട്ട് തക്കാളി ഒന്ന് വേവട്ടെ. ഇങ്ങനെ മസാലേൻ്റെ അപ്പുറം ഒന്ന് വരട്ടി. അതിൻ്റെ കളറ് ഉണ്ട്. അതിൻ്റെ ഒന്ന് വരട്ടി അങ്ങനെ ഇച്ചിരി വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ ഇനി തേങ്ങ അരച്ച് വെച്ചതിന് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ വറുത്തരച്ച തേങ്ങയും ചേർത്തു. നമ്മൾ തേങ്ങ അരച്ച മഷ്റൂം കറി, കൂൺ കറി അരച്ച തേങ്ങ ചേർത്തു. ഇനി നമുക്ക് കുറച്ച് തിളച്ചിട്ടാകുമ്പോൾ ചെറിയ തോതിൽ തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് മഷ്റൂം ആഡ് ചെയ്യാം. ചെറുങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മഷ്റൂം ആഡ് ചെയ്യാം.
നല്ല വൃത്തിക്ക് തിളച്ച് ഈ മഷ്റൂം ഇങ്ങനെ ഈ വറുത്തരച്ച തേങ്ങേൻ്റെ ഗ്രേവിയിൽ നിന്ന് ഇങ്ങനെ വെന്ത് വരട്ടെ, വേവട്ടെ. അപ്പോൾ അങ്ങനെ കുക്കാവട്ടെ. അത്രയും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ തേങ്ങ വറുത്തരച്ച മഷ്റൂം കറി. നമ്മൾ നേരത്തെ ഉള്ളി സോട്ട് ചെയ്യുമ്പോൾ ഉപ്പിട്ടതാണ്. ഇനി ഉപ്പ് കറി നല്ലവണ്ണം തിളച്ചിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ മഷ്റൂം കറി ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നല്ല ഗരം മസാലേൻ്റെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കുന്നത്. നല്ല തേങ്ങ വറുത്തരച്ച. ഇനി നമുക്കിതൊരു സർവിങ് ബോളിലേക്ക് മാറ്റാം. നല്ല തിളച്ച് വരുന്നത് സർവിങ് ബോളിലേക്ക് മാറ്റാം. നല്ല അടിപൊളി കറിയാണ്. പുക വേണം. നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യണം. ഗ്യാസ് ഇപ്പോൾ ഓഫ് ചെയ്തതാ. മഷ്റൂം മഷ്റൂം തേങ്ങ വറുത്തരച്ച മഷ്റൂം കറി. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ച മഷ്റൂം കറി റെഡിയാണ്. ഞാൻ കുറച്ച് ഗ്രീൻസ് അതിനകത്തിട്ട് കൊടുത്തിന്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.